പരിപാടി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്കുള്ള നന്ദി ഞങ്ങൾ ഗാനമേള തീരുന്നതിന് തൊട്ട് മുമ്പ് അറിയിക്കും. ഞങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിക്കാൻ പ്രഷീദിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ അവസാന പാട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾക്കിതുവരെ പാശ്ചാത്യ സംഗീതം ഒരുക്കി തന്ന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഓൺ കീബോർഡ് മിസ്റ്റർ മധു ആൻഡ് ഷിജി, ഓൺ ഫ്ലൂട്ട് മിസ്റ്റർ നന്ദു, ഓൺ ലീഡ് ഗിറ്റാർ മിസ്റ്റർ പ്രമോദ് ഷാണായി ആൻഡ് ബേസ് ഗിറ്റാർ ശ്രീജിത്ത്, on rhythm pad Mr. D.K. Rajan and rhythm composer Mr. Rajan Kannanjeri, on hand sonic and tabla Mr. Santosh and ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന രാജേഷ് എന്ന ഡുഡു. ഇവർക്ക് ഞങ്ങളെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ത് പറഞ്ഞിരിക്കാൻ വെച്ചാൽ ഇത്രയും നല്ലൊരു പാശ്ചാത്യ സംഗീതം ഒരുക്കി തന്നവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത മിസ്റ്റർ AK ജയൻ, ഡയറക്ടർ സൗഹൃദം സംഗീതവേദി കോഴിക്കോട്, ഞങ്ങളുടെ ഗുരുനാഥനാണ്, ഞങ്ങളുടെ എല്ലാം അജയേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അജയേട്ടൻ. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചു. അതേപോലെ നിങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് കോമ്പയറിങ് തന്ന ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ കോർഡിനേറ്റർ, ഇയാൾ തിരുവനന്തപുരത്തുകാരനാണ്, ഞങ്ങളൊരാവശ്യത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരികയാണ്, മിസ്റ്റർ ബിജു പെരുമ്പുഴ. അതുപോലെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ശ്രീ രാഹുൽ കാമ്പ്രം, അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പരസ്യങ്ങൾ തന്ന് സഹായിച്ച മാന്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. കൂടാതെ ഈ പരിപാടിക്ക് ശബ്ദവും വെളിച്ചവും ഒരുക്കി തന്ന ശ്രുതി സൗണ്ട്സ് കോഴിക്കോട് മിസ്റ്റർ അജിൽ ദാസ് ആൻഡ് ടീം, അവർക്കൊരു പ്രത്യേക നന്ദി കൊടുക്കുകയാണ്. കാരണം ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ശബ്ദ സംവിധാനം തന്നെയാണ്. അത് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഞങ്ങൾക്ക് LED ബോൾ ഒരുക്കി തന്ന ലാവിഷ് മീഡിയ മിസ്റ്റർ ലാലു ആൻഡ് ടീം, ഇത്രയും നല്ലൊരു LED ബോൾ ഒരുക്കി തന്ന ലാവിഷ് മീഡിയയുടെ ലാലു ആൻഡ് ടീമിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ കവറേജ് ചെയ്യുന്ന നമ്മൾ അലിബായി ആണ്. അലിബായി ഒന്ന് എണീക്കോ? അലിബായി സാധാരണയ്ക്ക് വെച്ചാൽ നെസ വിഷൻ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഒന്ന് അലിബായിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക വെച്ചാൽ യൂട്യൂബിൻ്റെ എല്ലാ ലിങ്കും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തന്ന ഞങ്ങളുടെ സൗഹൃദം സംഗീതവേദിയുടെ മെമ്പേഴ്സിനോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ബ്രോഷർ തയ്യാറാക്കി തന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മിസ്റ്റർ വിശാലാണ്. വിശാലിന് ഞാൻ ഈ രംഗത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുവരെ ഞങ്ങൾക്ക് പ്രോത്സാഹനം ഞങ്ങളോട് സഹകരിച്ച ഇത്രയും നല്ല സംഗീത പ്രേമികളോട് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ, ഈ ടൗൺ ഹാൾ സൗകര്യം ചെയ്യുന്ന കോഴിക്കോട് കോർപ്പറേഷനും മറ്റെല്ലാ നല്ലവരായ അഭ്യുദയാകാംക്ഷികളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാന ഗാനത്തിലേക്ക് കടക്കുന്നു. വന്ദേണ്ട പാൽക്കാരൻ എന്ന ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു മിസസ് ശിവദാസ്. ഒരു വല്ലാത്ത പോക്കായി പോയത്. അജയേട്ടൻ എന്താ പറയണ്ടോ? ഒരു മിനിറ്റ്. നിങ്ങളുടെ ഗുരുനാഥനായ അജയേട്ടൻ എന്തോ പറയാനുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പരിപാടി കൃത്യം 6 മണിക്ക് തുടങ്ങി കൃത്യം 9 മണിക്ക് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. ഒരു 5 മിനിറ്റ് കൂടിയേ വൈകുള്ളൂ. ലാസ്റ്റ് പാട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മളെ ഓഡിയൻസാണ്. സാധാരണ നമ്മൾ ഒരുപാട് പരിപാടികൾക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ നിരീക്ഷിക്കുന്നതാണ് ഓഡിയൻസിനെ. പക്ഷേ എല്ലാവരും കൃത്യമായിട്ട് ആസ്വദിക്കുകയാണ്. ഓരോന്നും താളം പിടിച്ചിട്ടും അത് മ്യൂസിക്കൊക്കെ പ്രത്യേകം ഗ്രഹിച്ചിട്ടൊക്കെയാണ്. നല്ല സെൻസുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ മഴയായിരുന്നു, അപ്പം ആളുകൾ കുറവായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഒരു അരമണിക്കൂർ കൊണ്ട് ഫുൾ ഫില്ലായി. ഇവിടെ നല്ല ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരിക്കുന്ന ഓഡിയൻസ് പലരും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പരിപാടിയുടെ വിജയമാണത്.
പിന്നെ അതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റുകളെ പറ്റി പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സന്തോഷ് ആൻസോണിക് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അത് എല്ലാവർക്കും അറിയാൻ മതിയാവും. അത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വായിക്കുന്ന ഓരോ എന്തൊരു ഫില്ലാന്നറിയാം. താളത്തിൽ വളരെ ഫില്ലിംഗ് ആണ്. ഒരു നല്ല കയ്യടി സന്തോഷിന് കൊടുക്കണം. അതുപോലെ ഡുഡു തബലയിൽ വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ആ പഞ്ച് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. നമ്മളെ ശ്രുതി സൗണ്ട്സിൻ്റെ അജിൽ കൃത്യമായിട്ട് സാധനം കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇപ്പോൾ പറയുന്ന നേരം കൃത്യമായിട്ട് അതിൻ്റെ ബേസും ടോണൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിക്കി രാജേട്ടനാണ്, നമ്മളെ പ്രിയപ്പെട്ട ഡിക്കി രാജേട്ടൻ വളരെ കൃത്യമായിട്ട് ടൈമിങ് കൊടുക്കുന്നുണ്ട്. രാജേട്ടൻ നമ്മുടെ കണ്ണഞ്ചേരി രാജേട്ടനാണ്, ഞങ്ങളെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതുപോലെ ശ്രീജിത്ത് ബേസ് ഗിറ്റാർ, ഷേണായിക്ക് സുഖമില്ലാതെയാണ് വായിക്കുന്നത്. കൈക്കൊരു വേദനയായിട്ട് ഇവിടെ വന്നിരുന്ന് പെയിൻ കില്ലർ അടിച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പരിമിതി ഉണ്ട്. പക്ഷേ നന്ദു വളരെ പെർഫോമൻസാണ്. അതുപോലെ ഷിജി ആണ് ഈ പരിപാടിയുടെ വളരെ നെടുന്തൂണായിട്ട് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മധുവേട്ടൻ എല്ലാവരും കൺട്രോൾ ചെയ്യുകയാണ്. ഇത്രയും മനോഹരമായ 9 പീസ് ഓർക്കസ്ട്ര വളരെ ഗംഭീരമായി അടുത്ത കാലത്തൊന്നും ഈ ടൗൺ ഹാളിലുണ്ടോ കണ്ടിരുന്നോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് വളരെ തൃപ്തിയായി. നിങ്ങൾക്ക് അതുപോലെ തൃപ്തിയായെങ്കിൽ ഒരു നല്ല കയ്യടി തരണം. ഓക്കെ. വളരെ ചിട്ടയായ ഒരു ടൈമിങ്ങിലൂടെയാണ് ഈ പരിപാടി പോയത്. കറക്റ്റ് 6 മണിക്ക് ഉദ്ഘാടന പ്രസംഗവും 6:18 ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 9 മണി 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 28 പാട്ടുകൾ വളരെ ഭംഗിയോടെ കൂടെ ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഒരു വിജയമായി കരുതുന്നു. അവസാന ഗാനത്തിലേക്ക് കടക്കാണ്. അണ്ണാമലൈ എന്ന ചിത്രത്തിൽ ദേവസംഗീതം ചെയ്ത് SPB ആലപിച്ച വന്ദേണ്ട പാൽക്കാരൻ എന്ന ഗാനം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു മിസസ് ശിവദാസ്. பசுமாட்டு பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன். வந்தேன்டா பால்கார அடடா, பசுமாட்டு பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன். புல்லு கொடுத்தா பால் கொடுக்கும், உன்னால முடியாது தம்பி. ஆனா பாதி புல்ல உறக்குதப்பா, பசுபால தாய்ப்பால நம்பி. வந்தேண்ட பால்கார அடடா, பசுமாட்டை பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன். ரத்தத்தில் ஒரு பாதி பாலாக பிரிப்பது பசோடு மேலையப்பா, அது பிரித்தாலும் பாலோடு தண்ணீரை கலப்பது மனிதனின் மூளையப்பா. தன் ரத்தத்தில் ஒரு பாதி பாலாக பிரிப்பது பசோடு வேலையப்பா, அது பிரித்தாலும் பாலோடு தண்ணீரை கலப்பது மனிதனின் மூளையப்பா. தான் விழுந்தா வரம்பாரு, எருவை எரித்த திருநீரு, உனக்கு என்ன வரலாறு, உண்மை சொன்ன தகராறு. நீ மாடு போல உழைக்கலையே, நீ மனுஷனை ஏற்றி பொழைக்கிற. வந்தேண்ட பால்கார அடடா, பசுமாட்டு பத்தி பாட போறேன்,
சொன்னதுங்க. நீ செத்த கருவாடு நீ செத்த வெறுப்போடு கண்ணதாசன் சொன்னதுங்க. பசு இருந்தாலும் பாலாகும் செத்தாலும் தோலாகும் நான் கண்டு சொன்னதுங்க. அண்ணன் காந்தி குடிச்சதெல்லாம் ஆயுள் வழக்கும் வாட்டு பாலுங்க. அண்ணாமலை நான் கொடுப்பதெல்லாம் அன்பு வழக்கும் வாட்டு பாலுங்க. அன்னை வாரி கொடுத்தது தாய்பால், என்னை வாழ வைத்தது தமிழ் பால். வந்தேண்ட பால்கார அடடா பசுமாட்டை பத்தி பாட போறேன், புது பால் கட்டி ஆட போறேன். புல்லு கொடுத்தா பால் கொடுக்கும் உன்னால முடியாது தம்பி. பாதி புள்ள பிறகுதப்பா பசுபால தாய்பால நம்பி. வந்தேண்ட பால்கார அடடா பசுமாட்டை பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன்.